വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പുതിയ ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്, ട്രൂത്ത് ഓർ ലൈ ഗിഫ്റ്റ് ചാലഞ്ച്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും നമ്മുടെ ഗിഫ്റ്റ് ചാലഞ്ച്, ട്രൂത്ത് ഓർ ലൈ ചാലഞ്ച്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. ഞങ്ങളുടെ റൗണ്ട്സ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് കണ്ടുണ്ടാവും ഗിഫ്റ്റ് കൊടുത്തിട്ട് ട്രൂത്ത് അങ്ങനെ. അപ്പൊ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, അപ്പൊ നമുക്ക് സാധനം എടുക്കാതെ ആരെടുക്കണോ? ഞാൻ അവളെടുത്തോട്ടെ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ എടുക്കാം. നമുക്ക് ഇതിവിടെ കാണുന്നുണ്ട് എന്താണ് ഉണ്ടാവുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണുന്നിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം തന്നെ ഇതാണ് എടുക്കുന്നത്. ആയാ ഓരോരുത്തർക്ക് 3 ചോദ്യം വെച്ചിട്ടാട്ടോ. അപ്പൊ ഇവളൊരു ചോദ്യം ചോദിക്കും, പിന്നെ ഞാൻ ചോദ്യം ചോദിക്കും, പിന്നെ ഇവള്, പിന്നെ ഞാൻ, പിന്നെ ഇവള്, പിന്നെ ഞാൻ. എന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും ഞങ്ങളുടെ ഫാൻ ഡിസൈൻസ്. അതെ, ഗൈസ്, പിന്നെ ഇതിന് 3 ഇതാട്ടോ ഉള്ളത്. അതായത് 3 പറയാൻ പറയട്ടെ ഇവിടെ. ഇവൾക്ക് ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ, പിന്നെ ഇവള് ക്വസ്റ്റ്യൻ, പിന്നെ ഞാൻ, പിന്നെ ഇവള്, പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവളുടെ എന്താണ് അഭിപ്രായം അതോട് പറയും. പിന്നെ എൻ്റെ എന്തോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ അനുസരിച്ചിട്ടായിരിക്കും ഗിഫ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ സംഭവം എടുത്തുവെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ എന്താ സാധനം. എന്റെ കയ്യിലുള്ളത് ഫാനാണ്. ചാർജില് ഞാൻ ചോദിച്ചു. അപ്പൊ കാറ്റ് അപ്പൊ നീ എന്നാ നിലത്തേക്ക് ഇടുക. ഭീമൊന്നും ഞാനല്ലേ എന്തായാലും സ്വിച്ച് ചെയ്യണോ ആക്കാൻ പറ്റില്ല, അതൊന്നും ആക്കും. ഒരിടത്ത് ചാർജ് ചാർജ് ഉണ്ടെങ്കിലും ഓക്കെ. അതെങ്ങനത്തെ ഫാനാ? കറങ്ങണ ഫാനാണ്. അതല്ല, കാണാൻ ഒരു ഇങ്ങനത്തെ ഒരു ഫാനാണ്. അതൊക്കെ ഞാൻ പറയണ. ഓക്കെ, എന്നാ ഉരുട്ടി ഒന്ന് ഉരുട്ട്. ഉരുട്ടാ വേക്കണോ? ഉരുട്ടല്ലേ അടുത്തത്? അതിനിങ്ങനെ മേൽഭാഗവും അടിഭാഗം ഇങ്ങനെ ഇങ്ങനെ വേറെ രണ്ട് മേൽഭാഗവും അടിഭാഗവും അങ്ങനെ കൊട്ട്. കഴിഞ്ഞില്ലേ? അതെ, അത് ഈ സാധനത്തിന് ഇങ്ങനെ ഇട്ടേ ഇങ്ങനെ അങ്ങനെയല്ല, ഈ ബോർഡുമേക്ക് തട്ടണം. അത് അങ്ങനെ കഴിഞ്ഞു. ഞാൻ പറയട്ടെ സത്യം, സൂക്ഷിച്ചും കണ്ടു പറയാം. പറയാനിപ്പോ എന്താ ഉള്ളത്? ആലോചിച്ച് വേണം അതിന്റെ രൂപം എങ്ങനെ കാണാൻ. ചോദ്യമൊക്കെ കഴിഞ്ഞു. ഇല്ല, എനിക്ക് ലാസ്റ്റ് ചോദ്യം ഉണ്ട്. ചോദിക്കും. അതന്നെ എന്റെ രൂപം, അതായത് എങ്ങനത്തെ വലിയ ഫാനാണോ അതോ ചെറിയ ഫാനാണോ? ചെറിയൊരു ഫാനാണ്, നമുക്ക് വേണമെങ്കിൽ ക്യാരി ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഫാൻ. നമുക്ക് പറയാം, ലാസ്റ്റ് ഉത്തരം പറയാം. എന്താ പറയുക? ഞാൻ കറങ്ങിയ ശബ്ദം കേട്ടു. അത് കറങ്ങിയ ശബ്ദം കേട്ടു. ഞാനും പറയുന്നത് ട്രൂത്താണ് കേട്ടോ. കാരണം അതന്നെ പൊക്കമാണ്. 1 2 3 സ്റ്റാർട്ട്. ഗൈസ്, ഫാൻ രണ്ടു ഞാൻ വെക്കാം. ഗൈസ്, പിന്നെ ഇത് നമുക്കില്ലേ എന്താ മറക്കണ്ടേ ഗൈസ്, നമുക്കിത് ക്യൂട്ടായിട്ടുള്ള കാവ സ്റ്റിക്കർ ഇട്ടിട്ട് ഇത് ഓഫ് ആക്കണത്. പിന്നെ ഇതെവിടെ ഇവിടെ ഗൈസ് ഇങ്ങനെ ലേറ്റ് എത്തണത്. പിന്നെ
പ്ലാസ്റ്റിക്കിന് മണം കേട്ടോ ഇച്ചിരി. ആ മതി മതി, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. നമ്മളെ കിട്ടിയ ഗിഫ്റ്റ് നമുക്കിത് ഇവിടെ എടുത്തേക്കാം. ഇത് ഫിദാടെ റൗണ്ടാണ്. ഫിദ സാധനം എടുത്തോ. രണ്ടാം നടക്കണ്ടല്ലേ. എന്താണ് കഴിച്ചെടുക്കുന്നത്? കവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവർ കാണാണ്ടിരിക്കാൻ വേണ്ടി കവർ വെച്ചിട്ടുണ്ട്. ഇതെന്ത് വലിയ സാധനം കൊടുത്തുകാരും. ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിലുള്ളത് ഒരു ക്യൂട്ട് ബോക്സിലുള്ള റബ്ബറാണ്. അതായത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള റബ്ബേഴ്സില്ല, ഇങ്ങനെ മിസ്സുമാരൊക്കെ നമുക്ക് തരണായിട്ട് പോലത്തെ ഒരു ക്യൂട്ട് റബ്ബർ. ചിപ്പിലാണോ? ചിപ്പ് ബോക്സിലാണോ? ആ ബോക്സ് ഉദ്ദേശിച്ചാൽ പിന്നെ ചെറിയ പോകുന്ന ബോക്സിൽ അതിനെ ഡെക്കറേഷൻ ആയിട്ട് വെച്ചേക്കുന്ന ബോക്സ്. ഓക്കെ ഓക്കെ. ആ റബ്ബർ എടുത്തു മാച്ചേ. റബ്ബേ ബോക്സിന് ചെറിയൊരു റബ്ബറിന് മണുണ്ടോ? എന്തത് വലിയ ബോക്സ് റബ്ബറാണോ? വലിയ റബ്ബറോ? റബ്ബർ ഇറക്കി. റബ്ബർ വരക്കണം. എന്തത് മേടിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുള്ളല്ലോ. എന്തേ മയക്കുമ്പോ ശബ്ദം ഉണ്ടോ? പിന്നെ കയ്യാണോ വായിക്കുന്നത്? ഇല്ല അങ്ങനത്തെ ശബ്ദം. ഇനി ഐസ് ചോദിക്ക്. റബ്ബർ ഒന്ന് മേലെന്ന് അടിക്കിട്ടെ. വലിയ റബ്ബർ മറ്റു വലിയ പോലത്തെ റബ്ബറാവില്ലേ ഇങ്ങനെ നമുക്ക് മയക്കാൻ തോന്നാത്ത അങ്ങനത്തെ പോലത്തെ ടെഡിബിയർ വ്യാപിച്ച് അങ്ങനത്തെ പോലത്തെ നമുക്ക് നിലത്തേക്ക് ഇട്. നിലത്തേക്ക് ഇട്ടാ റബ്ബർ നോക്ക്. ഞങ്ങൾ നോക്കാം. ഇനി അതിന്റെ രണ്ടറ്റ ഭാഗം ഇങ്ങനെ അടിച്ചു. തലഭാഗം അടിഭാഗം. അതന്നെ മതി മതി. ഇനി റബ്ബറായോണ്ടേ ചോദിക്കണേ നേരെ പിടിച്ചു ഉരുട്ടിയെന്നോ ഇങ്ങനെ 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 എന്നുവെച്ചാ ഷേപ്പ് ഉണ്ടാവൂല്ലോ ഇപ്പൊ. അതെ എന്റെ ചോദ്യം കഴിഞ്ഞു. ഇനി അൻഷരുടെ അവസാനത്തെ ചോദ്യം. ഈ സ്ഥാനത്ത് നോക്കി മതി മതി. ഞാൻ എന്റെ ചോദ്യം അവസാനത്തെ എന്തിപ്പോ ചോദിക്കാ? ചോദ്യം ഇല്ല. അതിപ്പോ എന്തപ്പോ റബ്ബർ ഒരു പെട്ടിയിലല്ലോ ഉണ്ടായിരുന്നേ. പെട്ടിയില പെട്ടിയുടെ പേരൊന്ന് വായിച്ചേ. റബ്ബറിന്റെ പെട്ടിയാണോ? ഞാനല്ലേ ചോദിക്കണ്ടേ. സോറി. എന്നാ പേര് വായിച്ചു. പേര് വെച്ചു റബ്ബറിന്റെ. ഒരു കൊറിയൻ പെട്ടിയാണ്. കൊറിയനാ? കൊറിയനത്തെ പെട്ടി. പേരില്ലേ പെട്ടിക്ക്? ആ കുട്ടി. ഓക്കെ കുഴപ്പമില്ല. നമുക്കൊന്ന് ഉത്തരം പറയാം. ജീത്തെ ഞാൻ പറഞ്ഞ ലയ്യാണ്. ഞാനും ലയ്യ പറയാം. കാരണം അത് വലിയ ഉണ്ടപ്പോ ചക്ക വന്നു വീണപ്പോ അല്ലാത്ത ശബ്ദം കേട്ടത്. എനിക്ക് തോന്നുന്നത് വേറെ പറയണില്ല. പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ. പറയണേ ഒന്നും കൂടെ ഒപ്പിച്ചോ. ഇതൊരു ഭയങ്കര ലയ്യാണ്. എന്തായാലും പോയപ്പോ ഇങ്ങോട്ട് വന്ന പൊക്കാ പോട്ടെ. എനിക്ക് തോന്നി ഇവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മേടിച്ചതാണ്. കൊടുക്കുമ്പോ ഒരു വിഷമം ഉണ്ടാവും. ഈ ചക്ക വീണ ശബ്ദം സൗണ്ട് ഇത് കട്ടാണ്. ബാക്കിൽ ഇങ്ങനെയാണ്. വെറുതെ ഇതിന് ഗെയിമാണ് ശബ്ദം. കണ്ടോ? കണ്ടോ? ഭയങ്കര ക്യൂട്ടല്ലേ? ഇതെന്തായാലും ആരും ചെത്തില്ല കൈസ് നോക്കി. അവള് വരണ കുറിയ മേടിച്ചാട്ടോ.
ഇതിൽ ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞപ്പോ ഇതിലുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഇതാകുമ്പോ സ്ഥലക്ക് ഭയങ്കര ഇഷ്ടമായി അത് തീരെ ചെറിയില്ല. അപ്പൊ നമുക്ക് അൻഷയുടെ 3rd റൗണ്ടിലേക്ക് പോവാം. ഓക്കെ എടുത്തു. എന്താ ഇത് ഞാൻ പറയാം, ഇത് നമ്മുടെ ഹോമിയോ മരുന്ന് കിട്ടില്ലേ, ഒരു ചെപ്പ് ചില്ലിലെ ആ സാധനം ആണിത്. അതെ ചോദിക്കും, നീ ചോദിച്ചോ? അത് ചോദിക്കും. എനിക്ക് എന്ത് സാധനം ഒരു പിടിയിട്ടിട്ട് അടി ഹോമിയോ മരുന്ന് തരില്ല, ഒരു ചില്ലിന്റെ ഒരു നല്ല ക്യൂട്ട് കുപ്പി ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റണ, ഓ മനസ്സിലായില്ലേ? മനസ്സിലായി. അതാണ്. മനസ്സിലായില്ലേ നിനക്ക് ചോദിച്ചു? അത് ഇങ്ങനെ ഉരുട്ട്, ഇങ്ങനെ ഉരുട്ട്. ചില്ലടി ചില്ലെന്താ ഇങ്ങനെ ഇരിക്കുന്നു? ഉരുട്ട് എടി ഉരുട്ടണ്ട് നല്ല ഇതിൽ ഇങ്ങനെ 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 ഇങ്ങനെയാ. ചോദിക്കും. ആ ഞാനല്ലേ അത് മേലെന്ന് അടിക്ക് ഇടും എന്നുവെച്ചാ ഇങ്ങനെ ചില്ലാട്ടാ. അത് കുഴപ്പമില്ല, അത്രക്ക് വല്ലാണ്ട് ഇടണ്ട. ഒരു ഓക്കെ ചില്ലാന്ന് പറഞ്ഞില്ലേ? രണ്ടെണ്ണം ഉണ്ട്, രണ്ടും ഇടണം. അവരിട്ടാണ് ഓക്കെ ഒരെണ്ണം മാത്രം. രണ്ടും ഇട്ടോ രണ്ടും ഉണ്ടോ? രണ്ട് ഇട്ടു. ഞാൻ ചോദിക്കും, മൂടില്ലേ നമ്മൾ തുറന്നടിച്ച് ആ തുറന്ന് അടക്ക തുറന്ന ശരി. ആ ഓക്കെ ഇപ്പൊ ചോദിക്കുന്ന എനിക്ക് ഈ സാധനം എന്താന്ന് ഒരു പിടി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിപ്പൊ മനസ്സിലാവാത്ത. ഒന്നും മനസ്സിലാവണില്ല അങ്ങണ്ട്. ആ അത് ഉരുട്ടാനൊക്കെ പറഞ്ഞില്ലേ, മേലഭാഗം അടിഭാഗം ഇങ്ങനെ മാറി 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 കൊട്ടും. മേൽഭാഗം അടിക്കണം. ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ ഇങ്ങനെ അതന്നെ കാണിക്കണം. ചില്ലിന്റെ ആന്ന് പറഞ്ഞോട്ടാ. മോൾ ഭാഗത്ത് ടാപ്പ്. ഓക്കെ കഴിഞ്ഞില്ലേ? പിന്നെ ലാസ്റ്റ് ഫസ്റ്റ് ഇതും ഇങ്ങനെയാണ്. മേൽഭാഗം അടിഭാഗം ഇങ്ങനെ ഇങ്ങനെ കേൾക്കില്ല കേൾക്കുന്നു. കേൾക്കില്ല അറ്റത്താണോ കേൾക്കില്ല. ഞാൻ എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു വിശ്വാസത്തിൽ ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് ചോദ്യമല്ല ഗൈസ്, ഞാൻ നിർത്തേ കാരണം എനിക്ക് സാധനം മനസ്സിലാത്തോണ്ട്. അപ്പൊ ഞാൻ എനിക്ക് അറിയില്ല, അപ്പൊ ഞാൻ പറയാൻ അല്ല നീ പറ. ലൈ ഞാൻ ലൈ അല്ലല്ല ട്രൂത്ത് ഞാൻ ട്രൂത്ത് ഞാൻ എടി ഹോമിയോ മരുന്ന് ഇടില്ലേ, ഒരു ചില്ലിന്റെ കുപ്പി നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള കുപ്പി. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതിന്റെ ഡപ്പ എന്ന് പറയുന്നത് ഇത് കടയിലൊക്കെ ഇട്ടില്ലേ ക്യൂട്ടായിട്ട് ചില്ലായിട്ട് മേലെ ഇങ്ങനെ മെത്തോണ്ടൊക്കെ ഇങ്ങനെ വെക്കണേ കീച്ചുണ്ടായിരുന്നു നിനക്ക് അതുപോലത്തെ ഒക്കെ സൗണ്ട് പോലെയൊക്കെ തോന്നുന്നു. അങ്ങനത്തെ ഒരു സൗണ്ട്. പൊന്തിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏത് വേണം എനിക്ക് കിട്ടിയില്ല. എനിക്കില്ലല്ലോ. ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിങ്ക് ആണ്. അപ്പൊ പിങ്ക് എനിക്ക് ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇയാള് വേറെ പകരം ഹലോ കിറ്റി ആയിരുന്നു കേട്ടോ. അത് സ്കൂളിൽ പോണ സമയത്ത് പൊട്ടിപ്പോയി. ഹലോ കിറ്റി ഉണ്ട്. ഹലോ കിറ്റി ഉണ്ട്. എന്റെ ഇങ്ങനത്തെ വേറെ ഞാൻ എടുക്കാൻ പോണത് സാധനമാണ്. ഇത് റബ്ബർ കൂടി ഉണ്ട്. ഇത് കുത്തിയേക്കാട്ടോ. എന്നോട് എന്തോ കുട്ടികൾ. ഓക്കെ ഞാൻ എടുത്തു. എൻ്റെ കയ്യിലുള്ളത് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു
ക്ലോത്ത് ആണ്. ഇതിന് വെച്ചാൽ നമുക്ക് ഇതില് എന്തെങ്കിലും ഇത് വെച്ചാൽ അങ്ങനത്തെ ഉദ്ദേശിക്കുന്ന പത്തിനെ അടുപ്പിക്കാൻ അങ്ങനത്തെ തുണിയല്ല. ഒരു ചെറിയൊരു അതിന്റെ ഒരു പോർഷൻ മതി. ബാഗിന്റെ പോർഷൻ വെച്ചാൽ ഞാൻ മനസ്സിലാവണം. ഒരു ബാഗിന് പോലത്തെ മെറ്റീരിയൽ ഉള്ളൊരു അങ്ങനത്തെ നമ്മൾ ഒരേ പിഴ വന്നാല് അങ്ങനത്തെ ഒരു സാധനം. അത് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ ഞാൻ നോക്കിട്ടാ രണ്ട് തുണി മനസ്സിലായി കൈ മതി. മനസ്സിലായി. ഞാൻ എടുക്കട്ടെ. ഒന്നുകൂടി ആക്കാം. പറയില്ലേ? ഓക്കെ ഞാൻ പറയട്ടെ, അത് ഈ സാധനല്ലേ ഈ കാർബോർഡ് എനിക്ക് എറിഞ്ഞേ. അറിയാന് അതിന് പിടിച്ച് കറക്കാൻ കാണൂലേ? നല്ല കണ്ടു. പക്ഷെ ഫുള്ളൊന്നും കണ്ടില്ല. ചെറുതായിട്ട് ഗ്രേ കളർ അങ്ങനത്തെ മാച്ചാണ് തരത്തിലുള്ള സാധനം. ഓക്കെ ഓക്കെ എനിക്കിനി ചോദ്യം ചോദിക്കാനില്ല. ഞാൻ പിന്നെ ചോദിക്കുക എന്തായാലും ചോദിച്ചു വിടണേ. പറയണത് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ ഈ സാധനം ഞാനെടുക്കും കേട്ടോ. ഇത് ക്യാമറമാനൊന്നും ഇടാൻ പറ്റില്ല, മീൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. അതിന്റെ ആ തുണിയുടെ അതൊക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്യ്, ആ തുണി എന്താ അങ്ങനെ അടിക്കി ഈ സാധനത്തിലിട്ട് ഫുൾ അടിക്കും. ഞാൻ പറഞ്ഞില്ല ചോദ്യം. ഫുൾ പറഞ്ഞില്ല, ഞാൻ ഫുൾ അടിക്കാൻ പറഞ്ഞു. നീ കൈയോണ്ട് അടിക്കല്ലേ, നീ ഒരു അറ്റം പിടിച്ചിട്ട് മറ്റേ വാങ്ങണം. എന്താ അതിനെ പിടിച്ചിട്ട് മേൽക്കൂടെ നിർത്തുക, അങ്ങനെ അടിച്ചടിച്ചടിച്ച് മുറുക്കുകയാണ് നിർത്തുക. ഞാൻ പറയട്ടെ, ലയ്യാണ് അത്. തുണിയൊന്നുമല്ല, ലയ്യ. ഇതൊന്നുമില്ല, വേറൊന്നും സാധനമാണ്. ഡ്രസ് എനിക്കൊന്നും ഷർട്ടാന്ന് തോന്നുന്നു. എനിക്കത് തോന്നുന്നു ഷർട്ടാന്ന് തോന്നുന്നു. അല്ല എന്തായാലും ലയ്യാണ്. ലയാണ് ലയ്യാണ്. വേണേ ലയ്യ ബാഗ്. ഹായ് സൂപ്പർ. സൂപ്പർ. നല്ല ബാഗ്, നല്ല രസമുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിലേ ഞങ്ങക്ക് എവിടേക്കലൊക്കെ എന്തിനൊക്കെ വെറുതെ പോവില്ലേ സമയത്ത് ഇങ്ങനെ പോവാനും പിന്നെ സ്കൂളിലൊക്കെ പോകണമത്തെ വെറുതെ ഇങ്ങനെ ഇടാലോ. ആ സമയത്ത് നല്ല ബാഗ്. ഇവർക്ക് ബ്ലാക്ക് ആൻസെങ്കിൽ എനിക്ക് ഇതാണല്ലേ കണ്ട ചെറിയൊരു ഭാഗം. ഞാൻ ഇതുപോലെ ചെറിയൊരു ഭാഗം കണ്ടു. അത് ഇവിടെ ഇങ്ങനെ കിടക്കും. നമുക്ക് ചെയർ പോലെ നമുക്ക് ഫാനൊക്കെ ഇട്ടോണ്ട് വേണം ക്ലാസ്സിൽ മടക്കി വെക്കട്ടെ. ഇവിടെ ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ല രസം. ഇതിപ്പോ സ്കൂളിലേക്ക് നമുക്ക് പഠിക്കാനുള്ള അങ്ങനെയൊക്കെ പോണ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ബാഗ്സ് ഒക്കെ ആവശ്യമല്ലേ. എവിടെയൊക്കെ ടൂറ് പോകുമ്പോഴും കേട്ടോ. ഇത് ഞാന് എന്താ പറയാ, ഇവിടെ ഇതിന്റെ പറഞ്ഞിട്ട് കാറില്ല, എനിക്കും ഇട്ടിട്ടൊക്കെ പോവാലോ. ആ ഇനി വെള്ളം ഉണ്ടല്ലേ, ഞാൻ മറന്നുപോയി. നിന്റെ ആളുണ്ട്. ആകെ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് 3 ഇതില് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ
ഞങ്ങളുണ്ട് ഇപ്പൊ ഒരു വീട്ടിലാണെന്നെങ്കിലും പക്ഷെ ഞങ്ങള് വേറെ 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 പോയിട്ടാട്ടോ മേടിക്കണത്. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഗൈസ്, ക്യൂട്ടാണ്. പിന്നെ എന്താ സാധനം? അതന്നെ സംഭവം എന്താന്നറിയാം. അല്ലാണ്ട് എന്താ ചെയ്യാ? ഇത് ചെറിയൊരു ക്ലിപ്പാണ്. ക്ലിപ്പ്. അത് ഇപ്പൊ മുകളിൽ നിന്ന് നിലത്ത് കിട്ടും. നല്ല ദൂരത്തുനിന്ന്. എന്ത് ക്ലിപ്പ്? ഉണ്ടമ്പരി പോലെ ഉണ്ടല്ലോ. ആയിഷോയ്ക്ക് ക്ലിപ്പ് ഇട്, ക്ലിപ്പ് ഇട്, കേൾക്കട്ടെ. മോളിന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തുനിന്ന് ക്ലിപ്പല്ല, പൊട്ടൊന്നുമില്ല. നീ എന്താ കയ്യാണോ വെക്കുന്നത്? മോളിന്ന് മാത്രം മോളിന്ന് ആ ക്ലിപ്പല്ല, ഞാൻ ചോദ്യല്ലേ. ഇനി ഈ ക്ലിപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആക്ക്, മനസ്സിലായില്ലേ? ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആക്ക്. അത് തോന്നോട് തുറന്നടക്കി കേട്ടില്ല. ഒരു തവണ ശബ്ദം കേട്ടേ, അപ്പൊ എനിക്ക് ക്ലിപ്പാന്ന് ചില ഡൗട്ട് തോന്നി. അടക്കി അത് ഇങ്ങനെ അടക്കി വരക്ക് ശബ്ദം. ഞാൻ മേലെ നിന്ന് നിലത്തിക്കിട്ടെ, മേലെ നിട്ട് കൈകൊണ്ട് അടിക്കല്ലേ ചെയ്യണ്ടേ? മേലെ നിന്നിട്ട് കൈ പൊന്ത് ഒന്നും ചെയ്ത് നിന്നല്ലേ പ്രൊഡക്റ്റ് അല്ലല്ലോ. ഒന്നടിക്ക്, അല്ല ഒന്നും ഇങ്ങനെ ആക്കിയിട്. എറിയുമ്പോ അത് വീയല്ലോ. ഇത് ഒരു ശബ്ദം കേട്ടു. പിന്നെ അതെല്ലാം പറഞ്ഞപ്പോ ആദ്യം ഇവളാക്കില്ല, പിന്നെ ഇടയിൽ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഇവളില്ലേ മനപ്പൂർവ്വം ഇത് ക്ലിപ്പല്ല എന്ന് വരുത്തി തീർക്കണം. ആണല്ല വീട് ട്രൂത്താണ്. ക്ലിപ്പ് ചെയ്യാനാണോ ചിത്രം വേണ്ടി? പിന്നെ ഇതൊരു ക്ലോ ക്ലിപ്പാണ്. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ. ഒരു സമയത്ത് കുറച്ചു കാലം മുന്നിട്ടുണ്ടായിരുന്നു. ഇവളിക്ക് തോന്നണേ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ അടിക്കുമ്പോ ശബ്ദം എല്ലാം എനിക്ക് ഇഷ്ടമാണ്. സാധനം കിട്ടി. ഞാൻ ശരട റൗണ്ട് സാധനം എടുത്തോ. ഐലൈനർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ മൂടി തുറന്നു. എനിക്ക് ഇതല്ല ഇപ്പൊ ചോദിച്ചത്. മൂടി തുറക്കാം. ശബ്ദമാണോ? തുറന്നില്ല. തുറക്കടക്കുന്നു. തുറന്നിട്ട് ഇങ്ങനെ ആക്കിയാ മതിയല്ലേ? തുറന്നിട്ട് ഇങ്ങനെ 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 തുറന്നു തുറക്ക തുറന്നു. മണം കാർബോർഡിന് മണം വന്നു. മണപ്പിക്കല്ലേ? ഇപ്പൊ മണം വന്നു. മതിയാ മതിയാ ഐലൈനർ ഐഷ പറ. ഞാൻ പറയുന്നത് ഇത് അതല്ല ചോദ്യം ചോദിക്കാ. അതന്നെ ഇത്
ഐലൈനറല്ലേ? ഐലൈനറാണെങ്കിൽ അത് നല്ല മണം. ഇതെന്ത് ക്യൂട്ടസ് ആണെന്ന് തോന്നുന്നു. മണടിച്ച് ഗൈസ് ഇവിടുന്ന് കാറ്റടിച്ചപ്പോ നല്ല മണം. ഓക്കെ, ഇനി ഇത് നിലത്ത് മേലെ നിലത്ത് കിട്ടെ. എന്റെ ഒരു അഭാവ തന്നെ എന്നാണ് എനിക്കും അയലല്ല. ഞാൻ പറയണത് ഇത് പറഞ്ഞത് ലയ്യാന്നാണ് ഗൈസ്. ഞാനും പറഞ്ഞ ലയ്യാന്ന്. ഇത് അയലനോട് എന്തായാലും ഐലൈനറിന്റെ മണല്ല. അതന്നെ ആ എന്തേലൊക്കെ ഉണ്ടാണ് ഗൈസ്. പൊക്ക് നെയിൽ പോളിഷ് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഇങ്ങനെ എപ്പോഴേലൊക്കെ നമുക്ക് ഇടാം. റൗണ്ടാണ് കണ്ടപ്പോ അവളത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ കളഞ്ഞിട്ടുള്ള വൃത്തിയിലിടും കേട്ടോ. എന്നിട്ട് പിന്നെയും കളയും. എന്നിട്ട് പിന്നെയും വൃത്തിയിലിടും. എന്നിട്ട് പിന്നെയും കളയും. പിന്നെ വൃത്തിയിലിടും. ഇല്ല ഇതിപ്പോ ഞാൻ കാണാം. ഇതെവിടെ കളയുന്നത്? ലാസ്റ്റ് റൗണ്ടാണ്. ഇനിയിപ്പോ എന്റെ ലാസ്റ്റ് റൗണ്ട്, ഞാൻ അടുത്ത ലാസ്റ്റ് റൗണ്ട് ഉണ്ട്. അപ്പൊ എന്റെ സാധനം വൃത്തിയിലൊക്കെ കേട്ടോ. അതോടെ ഇതുവരെയുള്ള എനിക്ക് തോന്നുന്നത് ഇവൾക്കാവുമ്പോ കുറവ് കിട്ടി. അറിയില്ല. എനിക്കൊക്കെ 4 പ്രൊഡക്ട്സ് കിട്ടി. ഓക്കെ, എന്റെ സാധനം എന്താ നമുക്ക് ഉണ്ടല്ലോ കവറ്. അവിടെ എന്റെ കയ്യിലുള്ളത് ഒരു പാത്രമാണ്. പാത്രം? എന്ത് പാത്രം? ക്യൂട്ട് ഒരു പാത്രം. സോസറാണ്. അതൊന്ന് തുറക്കാനും പറ്റണ ഒരു ഒന്ന് അതൊന്ന് തുറന്നടച്ചേ. നീ അതൊന്ന് മോളിന്ന് ഫിദ പറ. ഇങ്ങനത്തെ പാത്രം കേട്ടോ, നീളത്തില്. എങ്ങനത്തെ പാത്രം? എത്ര പിടുത്തോ? നല്ല നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഇതൊക്കെ ഫുഡൊക്കെ ഇട്ടേക്കാൻ പറ്റിയ പാത്രം. ജഗ്ഗാണോ? അതായത് എല്ലാ കറികള് ഫ്രൂട്ട്സ് അങ്ങനെ കറികളൊന്നും ഇടാൻ പറ്റില്ല. അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പെന്നൊക്കെ ഇട്ടേക്കാം. നമ്മളെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഇട്ടാം. എന്നാ ഫിദ ചോദിക്കും. എന്നിട്ട് മേൽനിലത്തൊക്കെ ഇട്ടിട്ട് മേൽനിലത്തൊക്കെ അങ്ങനെ ഷോർട്ടിൽ കിട്ടോ. അതായത് മാക്സിമം അതെ ഈ ഒരു ലെവല്. ഇത് പാത്രല്ലേ, പിന്നെ ഇത്ര കാലം ഉണ്ടാവും. ഇനി അതൊന്ന് അരച്ചേ. അതിന്റെ അടിഭാഗം മോൾ ഭാഗം ഒന്ന് അരക്കും, സൈഡ് ഭാഗം ഒക്കെ ഒന്ന് അരക്കും. മോള് ഭാഗം അരച്ചേ. ഇതൊക്കെ കളർ പോട്ടോ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്കാണ് കുഴപ്പം. റോൾ ചെയ്യണോ? എനിക്ക് തോന്നുന്നത് മറ്റേ സാധനല്ലേ വാട്ടർ ബോട്ടിൽ. ഇതിപ്പോ തന്നെ ഉത്തരം വെച്ച് പറയല്ലേ. ലാസ്റ്റ് നമുക്ക് ഇപ്പൊ നോക്കി ഇങ്ങനെ നോക്കണം. ഇതിപ്പോ പാത്രല്ലേ, അപ്പൊ ഇതിനെ എടുത്തിട്ട് എന്താടി അടിഭാഗം ഉണ്ടാവില്ല പാത്രത്തിന്റെ. അടിഭാഗം ഉണ്ടാവില്ല എന്തായാലും. അതിങ്ങനെ ഇതിപ്പോ അടിഭാഗം വെച്ച് പാത്രത്തിന്റെ അടിഭാഗം വെച്ചിട്ട് അത് എങ്ങനെയാണ് അടിഭാഗം? ഇങ്ങനെ വട്ടത്തിലാണ്, സ്ക്വയറിലാ ഇരിക്കണം. ആ അടിഭാഗത്തെ ഇങ്ങനെ ബൗളല്ലേ, ഇത് ഇങ്ങനെ ഇരിക്കണം. വട്ടല്ല, അത് ഇങ്ങനെ കമന്നെടുക്കാം. എന്നാലും ഇവിടെ ഒരു ഞാൻ നിക്കാൻ വേണ്ടി ചെറിയ വട്ടം ഉണ്ടാവില്ല എന്തായാലും. വട്ടുണ്ട്. ആ വട്ടം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു.
എന്തായിരുന്നു പറഞ്ഞ പാത്രം അല്ലേ? നമുക്ക് വേണമെങ്കിൽ അതിൽ നമുക്ക് സ്നാക്സ് ഇട്ടേക്കാം. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ കാർബോർഡ് വിറ്റ് എറിഞ്ഞേ ഇതെന്താ ഇപ്പൊ കാർബോർഡ് ഇടിച്ച് വീഴും. അത്ര പാത്രം അത് നീ പിടിച്ചേക്കിട്ടാ ഇട്ടോ എറിയടി. കാർബോർഡിക്ക് ഇടാൻ പറ്റില്ല. ഇത് ഇടാ അടിക്ക് പിടിച്ചു ഇതോ കാർബോർഡ് പാത്രാണ്. ഓക്കെ ഓക്കെ, പാത്രമാണല്ലോ കല്ലാണ്. ഇപ്പൊ ഇതേ വെക്കാം അവസാനത്തെ ക്വസ്റ്റ്യൻ. നല്ല കാണാനുള്ള ഒരു മോഡൽ പാത്രം. ഞാനല്ലേ ആ പാത്രത്തിന്റെ മേൽഭാഗം അടിഭാഗം പിടിച്ചിട്ട് ആക്കാത്തിന് അതെന്താണ്? അതും നിർത്തേണ്. ആ സൗണ്ട് നിന്നുണ്ടാക്കി അല്ല, ആ സൗണ്ട് നേരത്തെ കുപ്പി വെക്കുന്ന സൗണ്ട് കിട്ടുന്നത്. കുപ്പി ഇത് പാത്രാണ്. അത് എന്നാ പിന്നെ ഇങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങനല്ല, ഇങ്ങനെ നകത്തുണ്ട് കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞത്? പാത്രം എന്നല്ല പറഞ്ഞ, ബൗളല്ല. ഇങ്ങനത്തെ ഇത് വെച്ചിണ്ടാവില്ലേ പിള്ളേര് കളിക്കുന്ന വണ്ടി, അതിന്റെ സാധനം തിരിക്കണം. ഞാൻ പറഞ്ഞില്ല അയ്യാണ് ലയ്യാണ്. എന്ത് പാത്രം ചോദ്യം കഴിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ആകെ 2 ചോദ്യം ചോദിച്ചിട്ടോ. അത് മതി, ഇനി എന്തൊട്ട് ചോദിക്കാം പാത്രത്തും. പാത്രം എത്തുമ്പോ ഇങ്ങനെ വരലോട്ട് ഇങ്ങനെ അടിക്കും. കണ്ടോടാ അടിക്കാനാ? ഒന്നുകൂടി ഒന്നുകൂടി. എനിക്ക് തോന്നുന്നു മതി 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 മതി. ഇതെന്ത് വാട്ടർ ബോട്ടിൽ മതിടി. ഞാൻ കറക്കാണ്. ഞാൻ പറട്ടെ, നിലത്തേക്ക് മേലെ അടിക്കണ ഇങ്ങനെ അടിക്കും. സ്മൂത്താ കയ്യല്ല, ഇത് കയ്യിൽ സത്യായിട്ട് ഞാൻ പറഞ്ഞ ഇത് പാത്രം മൂത്രം വാട്ടർ ബോട്ടിൽ നേരത്തെ ഒരു മൂടിന്റെ സൗണ്ട് ജസ്റ്റ് പാളിച്ച പോലെ കേട്ടൊന്നും. കാണിച്ചോ, എന്തായാലും പൊക്കാൻ പോവാണ്. അല്ല ഉറപ്പിക്കില്ല. റെഡിയും എന്തായാലും പാത്രല്ല. നമ്മളെ മുഖൊക്കെ കാണാട്ടോ ഇതില്. ഓ പാത്രല്ലേ? 1 2 3 സ്റ്റാർട്ട്. വാട്ടർ ബോട്ടില്. നല്ല സുന്ദര ഇത് ഞാൻ ഇവിടുന്നാ. ഇത് നല്ല രസമുണ്ട്. ഇത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, അപ്പൊ നല്ല ആവശ്യമുള്ള ഒരു സാധനമാണ്. നല്ല വാട്ടർ ബോട്ടിൽ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഈ വള്ളി കണ്ടു ആക്ച്വലി കണ്ടു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചു പാത്രത്തിന് കാസറോളിനൊക്കെ ചില സമയത്ത് ഗൈസ്, ഇത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ ബ്രില്യൻസ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. അതായത് 3 സാധനങ്ങളും യൂസ് ചെയ്താലാണ് ഇനിയും കുളച്ചിനോ. സ്കൂളിലേക്ക് കാരണം വെള്ളം അത്ര മതിയാവില്ല. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഉച്ച വരെയാണ് ക്യാൻറ്റീൻ സ്കൂളിൽ നമുക്ക് കൊണ്ടുപോകാം. നല്ല ക്യാൻറ്റീൻ ഉള്ളതാണെങ്കിൽ നല്ല മണം, പിന്നെ പുതിയ പിന്നെ ചീഞ്ഞ മണത്ത് നല്ല സാരിക്ക് ഇഷ്ടായി. ഇതില്ല. അപ്പൊ ഇനി നമുക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ പറട്ടെ. ഭയങ്കര യൂസ്ഫുൾ ആണ്, ഭയങ്കര രസം. നമുക്ക് ഭയങ്കര സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പൊ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാം. ഞാനീസാണല്ലേ അത് ഞാൻ ചില വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോ ഞാൻ ഇതുപോലത്തെ ഞാൻ എടുക്കുന്നൊരു കോംബോ സെറ്റ് ആട്ടോ. കോംബോ സെറ്റ് അതായത് അതിന്റെ കൂടെ കിട്ടണതാണ്, ഫ്രീ ആയിട്ട് കിട്ടണതാട്ടോ. ഫ്രീ ആയിട്ട് മെയിൻ ആയിട്ട് 2 സാധനങ്ങൾ പറഞ്ഞോ, 2 ഇതിലേക്ക്. അതായത് 2 സാധനമാണ്. ഞാൻ ഒരു സാധനം മേടിച്ചത്, പക്ഷെ അതിന്റെ കൂടെ കിട്ടിയതായിരുന്നു ഇത്. പിന്നെ ഞാൻ ഇത് എടുക്കാന്ന് വിചാരിച്ചു. ഓഫർ ഭയങ്കര ഓഫർ ഇട്ടോ. മെയിൻ സാധനം പറയുന്നത്
3 സാധനം പറയുന്നത് ഫുഡ് കഴിക്കാൻ വേഗം കഴിഞ്ഞു പറയില്ല guys. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗിഫ്റ്റ്സ് കിട്ടുമ്പോ ബട്ട് എനിക്ക് കിട്ടണ ഗിഫ്റ്റുകൾ വളരെ കുറവ് ഇത്ര സാധനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇവിടെ മാലയാണ് എടുത്തുകൊണ്ട് വന്നത് പൊട്ടിക്കണം. Guys, എന്റേത് സാധനം കണ്ടപ്പോ തന്നെ നമ്മൾ സാധനം മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കണ്ടിട്ടായിരുന്നു. അപ്പൊ എന്റെ കയ്യിലുള്ളത് ഒരു തരം കുഞ്ഞു ബാഗാണ്. മിനി ബാഗ് ഒരു പർപ്പിൾ കളറുള്ള സിബ്ബൊക്കെ ഉള്ള മിനി ബാഗ്. സിബ് എന്താ സിബൊക്കെ എടുത്ത് പറയാൻ കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ചില ബാഗുകളുടെ ഇങ്ങനെ ബാഗ് പോലല്ലേ അതന്നെ അങ്ങനത്തെ ഒരു മിനി, അതായത് കുഞ്ഞ് അങ്ങനത്തെ ഉള്ള സിബ് തുറന്ന് സിബ് എന്ന് വെച്ച് കഴിഞ്ഞാല് തുറക്ക് സിബ് തുറക്കൂ എന്നുവെച്ചാ തുറക്ക് എന്തിനാ ലാഗാക്കണേ സിബ് നിങ്ങൾക്കുന്നു ബാഗിന്റെ സിബ് തന്നെയാണ്. ബാഗിന്റെ സിബുകളില്ല സ്റ്റക്കാണ് അടിക്കടിക്ക്. നമ്മൾ സാധാ സിബ് എങ്ങനെ ഇതിനകത്ത് കണ്ടു. അപ്പൊ എന്റെ കയ്യിലുള്ളത് ചെറിയ ഒരു പെൻസിലാണ്, അതായത് ക്യൂട്ട് പെൻസിലാണ്. റബ്ബർ ഉണ്ടാ? റബ്ബർ ഇല്ല. എന്നാ ഒന്ന് മാറ്റേ. ഹലോ, റബ്ബർ ഉണ്ട്. റബ്ബർ മാക്കിയേ. റബ്ബർ വെച്ച് മാക്കി റബ്ബർ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയ പെൻസിലിന്റെ മോനെ പെൻസിലാണോ? പെൻ പെൻസിൽ. ഓക്കെ ഓക്കെ, എന്നാ അത് മാറ്റിട്ട് അതിന്റെ സാധനം മാറ്റിയിടാൻ മാറ്റിയിട്ടെ. പെൻ പെൻസിൽ മാറ്റിടുമ്പോൾ ശബ്ദം ഉണ്ടാവും. നീ ചെത്ത് കുത്ത്. ഓക്കെ മതി മതി. പൊട്ടിക്കാൻ പറ്റണല്ലേക്ക് പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കില്ല. അത് പറഞ്ഞില്ല. അത് പറഞ്ഞു വേറെ നോക്കാം കുത്ത് കുത്താ കുത്ത് കുത്തുന്നു. പെൻസിൽ കുത്തുമ്പോ ഇങ്ങനെ കുത്തണം. ഇത് പെൻ പെൻസിൽ തന്നെയാണോ? ഇത് ഇങ്ങനെ കുത്തള പോലെ അല്ല നിക്ക് ഇത് ഇങ്ങനെ കുത്തള പോലെ ഉണ്ട്. ശരിക്കും കുത്തിയ ഇനിയേ ഞാൻ പെന്നിന്റെ പെൻസിലിന്റെ കണത്തിൽപ്പെട്ട സാധനം. ഓക്കെ എന്തായാലും പെൻസിലല്ലേ? പെൻസിലല്ല, പെന്നിന്റെ ഇതും പിന്നെ പെൻസിലിന്റെ പെൻസിലിന്റെ മാമൻ കാണാന് എന്താ പെൻസിലിന്റെ പോലെ, പക്ഷെ ശരിക്കും പറഞ്ഞ പെണ്ണാണ്. മോണ മാറ്റി അതാണ് മാറ്റി വെച്ചത്. കളി പെൻസിലിന് പോലത്തെ എന്താണ്? പക്ഷെ ഇത് നേരത്തെ എന്നിട്ട് മോനെ മാറ്റിയിടാൻ പറയുമ്പോ നീ അല്ലേ പറഞ്ഞു മോനെ മാറ്റിട്ടു. മറ്റേത് ഇതിലടെ നമ്മള് ഇങ്ക് തീർന്ന സമയത്തിന് മാറ്റിടാൻ പറ്റും. അങ്ങനത്തെ പേന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഇടുമ്പോ മറ്റേ ഫ്രണ്ടിന്റെ ഇല്ലേ ഫ്രണ്ടിനൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. എന്നാ മോളിൽ നിന്ന് അത് നിലത്തിക്കിട്ടെ. ശരിക്കും കൈകൊണ്ടാക്കണ്ട. എടുത്തുകൊടു. അത് എന്താ ചുരുട്ടി ഇങ്ങനെ കറക്കിയ അതിങ്ങനെ കറക്കും. ഇങ്ങനെ ഇറക്കും. ഇതേപോലെ നോക്കും. ശരി ഓക്കെ. ഉരുട്ട് ഇതിന് ഉരുട്ട് കറക്കിട്ട് ഉരുട്ട്. കറക്കിട്ട് ഉരുട്ടാന് ഉരുളില്ല. നമ്മൾ ഒരു ഡിസൈനായിട്ട് കുറെ ഇലകളൊക്കെ ഉണ്ട്.
ഇത് പറയണ പെണ്ണ് പോലെയുള്ള പെൻസിലാണല്ലേ? പെണ്ണാണ് പെൻസിൽ. ഒരു കാര്യം കൂടി, ഈ കാർബൺ എനിക്ക് തരുന്ന കണ്ടുണ്ട്, ഞാൻ വാങ്ങാൻ പോകാൻ തോന്നുന്നു. എനിക്ക് ട്രൂത്താൻ തോന്നുന്നുണ്ട്. എനിക്കും ട്രൂത്താന്ന് തോന്നുന്നേ. ഞാൻ പറഞ്ഞ ട്രൂത്താണേ. ട്രൂത്ത് ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്ന? ട്രൂത്താണ്. പെന്നില് പോലത്തെ അല്ല, പെൻസില് പോലത്തെ പെന്ന്. ഇതെന്താ? എനിക്ക് ട്രൂത്താന്ന് തോന്നുന്നു. ഇതിക്ക് തോന്നുന്നു പെൻ. ഉണ്ടോ? ഇതെന്തായാലും ട്രൂത്തല്ലേ? ട്രൂത്ത് ഇത് നമുക്കല്ലേ? ഞാൻ ഇപ്രാവശ്യം പാന്റ് ഒക്കെ വരുന്നത് ഇതൊരു പാനാണ്. ഞാൻ ഇപ്രാവശ്യം ഇത് ക്യൂട്ടായിട്ടുള്ളതാണ് മേടിച്ചത്. പാളി പോകുന്ന മേടിച്ചത്. അപ്പൊ അത് കണ്ടു. ഞാൻ ഇവർക്ക് കൊടുക്കാണ് വയസ്സ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. ദൈവം മേടിച്ചത് ഏതാണ് എനിക്ക് അറിയാതെ ഇവർക്ക് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇതെന്താ വെച്ചാൽ കറക്റ്റ് ബോക്സ് നിലത്തേക്ക് വീണം. വീഡിയോ കട്ടായ ഉണ്ടല്ലോ. എനിക്ക് നേരെ മണാക്ക് പോലെ ഇവിടെ കണ്ട് വീണ്. അങ്ങനെയാണ് നമുക്കിത് കിട്ടുമായിരുന്നാ. രസമുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്ക് ഞാൻ ഇവര് കണ്ടു നിലത്തേക്ക് വീണപ്പോഴേ കണ്ടു. നല്ല രസമുണ്ട്. ഇത് ഫ്രീ കിട്ടിയാട്ടോ. ഇതിന് ഇതേപോലത്തെ വേറൊരു സാധനം ഇവിടേക്ക് ഉണ്ട്. എനിക്ക് ഇവിടേക്ക് ഉണ്ട്. സെയിം തന്നെ ഉണ്ട്. അപ്പൊ ഇതിന് കൂടെ നമുക്ക് ഇങ്ങനെ കുളത്തിന്റെ പോലെ കിട്ടിയതാണ്. നല്ല രസമുണ്ട്. ഞാൻ ഇഷ്ടപ്പെട്ടു. എന്റേതാണ്. എന്റെ കയ്യിലുള്ളത് പറയട്ടെ. 2 സെറ്റ് ജുംക്ക. ജിമിക്ക് കമ്മല അതന്നെ. എന്നാ അത് പിടിച്ചത് ആട്ടി. 2 സെറ്റാണ്. അതൊരാട്ടി. ഓക്കെ. തെച്ചോ നിലത്തേക്കിട്ടെ നിലത്തിക്കാ. കഴിഞ്ഞ ചോദ്യം ചൂടില്ലേ നേശം നീ വേറെ കാലിക്കാണ്. അത് പിടിച്ചിട്ട് നിലത്തിട്ട് നാട്ടി. ഓക്കെ, എന്റെ ചോദ്യം കഴിഞ്ഞു. ഞാനല്ലേ ജുമുക്കൊക്കെ ഇങ്ങനെ കുത്തുന്ന സാധനമല്ലേ, ഇങ്ങനെ ഇയർ റിങ്സ് ഉണ്ടാവില്ലേ, അത് പിടിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൂടെ. അത് ഈ ശബ്ദം നോക്കിയേ. കപില പറയ് നീ പറയ്. ലാസ്റ്റ് ചോദ്യാണ്. അത് നോക്കി ശബ്ദം അതിപ്പോ എന്താ ചെയ്തു? ജിമിക്കല്ലേ അത്? കമലല്ലേ? അതാണെങ്കിൽ അതിനെ നിലത്തേക്കിട്ട അത് ചെയ്ത മേലെന്ന് നിലത്തേക്കിട. എത്ര ഉണ്ടാവും ആ ജുമുക്ക കത്തുമ്പോ? അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അത്രയല്ല, ഇതൊരു ഇത്ര. ആ മേലെ നിലത്തേക്കിട്. ഞാൻ ചോദ്യം ലാസ്റ്റ് ചോദ്യം. അത് ചങ്കീരുണ്ടാവില്ലേ, ആ ചങ്കീരും ജുമുക്കയും ഇങ്ങനെ അതായത് ഒരു കയ്യില് പ്ലാസ്റ്റിക്കിന്റെ കുഴപ്പമില്ല, അത് ഇവിടെ ഇട്ടിട്ട് ചങ്കീരി ഇങ്ങനെ പൊട്ടുക. ചങ്കീരിയ ചങ്കീര് വിട്ടാ അതിൻ്റെ അടുത്ത് ജിമിക്കട്ടെ, പിന്നെ ചങ്കീര് വിട്ടാ ജിമിക്കട്ടെ. ആക്കൂ അത് ഉഴാങ്കി ഇട്ടു. ഓക്കെ, ചങ്കീരി ഊരി. ഇനി അത് കൊട്ടണ. അത് മറ്റേ സിലിക്കോൺ പോലത്തെ കൊട്ടുണ്ട്. അടുത്ത് ചങ്ങീരിങ്ങനെ. ഓക്കെ, ഞാൻ ഞാൻ പറഞ്ഞ ലയ്യാണ്. ഞാൻ പറഞ്ഞ ലയ്യാണോ? ലയ്യ ചുമത്തിയ
ഇതിന്റെ ഈ സാധനം ഇതെടുത്തിട്ടാണ് ഞങ്ങൾ ആക്കാൻ പറഞ്ഞേ. ഇതെടുത്തിട്ട് അതന്നെ ഊരിയത്, അത് ഊരിയിട്ട് ഒന്ന് കൊട്ടിയൊക്കെ സിൽക്കോണ, അത് ശബ്ദം വരൂല. ഇതായിരിക്കാണ് കാരണം അവരത് ലയ്യാണ് പറഞ്ഞത്. നല്ല രസമുണ്ട് കണ്ടോ. ഓണത്തിനും പട്ടുപാടൊക്കെ കിടില്ലേ അതുപോലെ. പക്ഷെ ഇതിന്റെ സംഗീതം പറയുന്നത് മെറ്റല് പോലെ. മറ്റേ പോലത്തെ. ഞാൻ പക്ഷെ മറ്റേ സിൽക്കോൺ ചങ്കീരി എവിടുന്നാ വാങ്ങിയേ? ബർത്ത്ഡേ ഒക്കെ കിട്ടില്ല ഗൈസ്, അവൾക്ക് കൊടുത്തത്. ഓണത്തിനും വിഷുവിനൊക്കെ അപ്പൊ ഇതൊക്കെ അടുത്ത് മാറ്റിട്ട് നമുക്ക് കിട്ടിയ സാധനം എന്താന്നൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇതൊക്കെ മാറ്റാം. നമ്മളുടെ സാധനങ്ങൾ ഇതാട്ടോ. പിന്നെ ഞങ്ങൾ ഈ സാധനം അടിച്ചു മാറ്റിയപ്പോ ഇതുകൊണ്ട് കേക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സാധനം വെക്കണ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആദ്യത്തേക്ക് എത്ര സാധനങ്ങൾ കിട്ടി നടന്നത് എണ്ണ എടുക്കാൻ. എനിക്ക് ഗൈസ് ഇത് വളരെ കുറച്ച് സാധനം കിട്ടിയിട്ടില്ല. ക്യാമറമാരും ഇതൊരു സെറ്റാണ് ഗൈസ്, അതുകൊണ്ട് ഇത് കൂട്ടി. പിന്നെ ഇങ്ങനെ ഇത്ര മാത്രമേ കിട്ടും. 1 2 3 4 എന്നുവെച്ചാൽ എനിക്കിത് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടി. പിന്നെ ഞാനിത് സേഫ്റ്റിക്ക് മേടിച്ചതാണിത്. എന്നുവെച്ചാൽ ഞാൻ ഇതിൽ തെറിച്ചു പോവുക, ഞാൻ അറിയാതെ പെട്ടെന്ന് അതിന് വെക്കാൻ പറ്റിയ ആവുന്ന സേഫ്റ്റി കിടക്കാം. പക്ഷെ ഇത് സേഫ്റ്റി കറക്റ്റായി. പിന്നെ എനിക്കിത് ഒന്നിത്, പിന്നെ ഇത്, പിന്നെ ഇവിടെ വന്നത്, പിന്നെ ഇത് ഇവിടെ തന്നെ. ഇത് രണ്ടും എനിക്കിത് മിസ്സായി ഗൈസ്. പിന്നെ ഇവിടെ ഒന്നും മിസ്സായിട്ട്, അതായത് ജിമ്മിക്ക നല്ല എനിക്ക് മിസ്സായി. പിന്നെ ഇതിന്റെ മഞ്ഞ മാത്രം മിസ്സായിട്ട്. എനിക്ക് 2 സംഭവം മിസ്സായിണ്ട്. എന്നുവെച്ചാൽ ജിമിക്കും പിന്നെ അപ്പൊ വിന്നർ ആനശ്വര. എനിക്ക് ഇത്രയാണ് കിട്ടിയേക്കണം. പാട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്. 6 പ്രോഡക്ട്സ് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ പാർട്ട് 2 വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ.